കേരളത്തിൽ ഈ വർഷം BDS പഠനം ആഗ്രഹിക്കുന്ന മുസ്ലിം മൈനോറിറ്റി, അതായത് മുസ്ലിം OBC വിദ്യാർത്ഥികൾക്ക് ഉള്ള കുറച്ച് ഇൻഫർമേഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിലേക്ക് കിടക്കാം. അതെ, ഏറ്റവും കൂടുതൽ BDS കോളേജുകൾ, ഡെൻ്റൽ കോളേജുകൾ നടത്തുന്നത് മുസ്ലിം മൈനോറിറ്റി മാനേജ്മെൻറ്റ്സ് ആണ്. സോ കേരളത്തിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി മുസ്ലിം സ്റ്റുഡൻസിന് കിട്ടാറുമുണ്ട്. അതെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് തന്നെ അതാണ്, അല്ലേ? നമുക്ക് മുസ്ലിം മൈനോറിറ്റി കോളേജുകളാണ് കേരളത്തിലെ ഒരു 70-75% അല്ലേ? അതെ. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മുസ്ലിം മൈനോറിറ്റി കുട്ടികൾക്ക് കിട്ടാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേരളത്തിൽ. പലരും അതേപ്പറ്റി അത്ര അവെയർ അല്ലാന്ന് തോന്നുന്നു. അതെ, മൈനോറിറ്റി കാറ്റഗറിയിൽപ്പെട്ട കാസ്റ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ അവരുടെ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന കോളേജുകളിൽ അപ് ടു 50% സീറ്റ്സ് അവർക്ക് മുസ്ലിം മൈനോറിറ്റിക്കായിട്ട് റിസർവ് ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെൻറ് ആക്ച്വലി കോളേജുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു വന്നത്, ഇവർക്ക് നീറ്റ് സ്കോർ കുറവാണെങ്കിലും, ഇപ്പം ക്വാളിഫൈഡ് ആണ്, എന്നാൽ നീറ്റ് സ്കോർ കുറവാണെങ്കിലും BDSന്റെ മോശമില്ലാത്തൊരു കോളേജിൽ കേരളത്തിൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലേ? അതിനുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. MM കാറ്റഗറിയിൽ 50% സീറ്റും, അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന റിസർവേഷനിൽ എല്ലാ കോളേജുകളിലും ഈ പറഞ്ഞ MU കാറ്റഗറിയിൽ 9% സീറ്റ്സ്. അപ്പം മുസ്ലിം മൈനോറിറ്റി കോളേജിൽ 59% സീറ്റ്സ് ഇവർക്കായിട്ട് റിസർവ്ഡ് ആണ് ആക്ച്വലി. അപ്പം മുസ്ലിം മൈനോറിറ്റി വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും കേരളത്തിൽ BDS കിട്ടില്ലല്ലോ, മറ്റു കോഴ്സിന് പോയേക്കാം, അല്ല കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും പോയി പഠിച്ചേക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് ആദ്യമേ എത്തേണ്ട ഒരു കാര്യമില്ല, അല്ലേ? അതെ, ഏറ്റവും ബെസ്റ്റ് കോളേജസ് ഇവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവരെ സംബന്ധിച്ച് NRI കോട്ട പോലും നോക്കേണ്ട ഒരു ഓപ്ഷൻ, അത്രയും ബെസ്റ്റ് കോളേജിലേക്ക് എത്തണമെങ്കിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ആവറേജ് കോളേജിൽ കിട്ടാൻ എത്ര ലോ സ്കോർ ആണെങ്കിലും, ഈവൻ ദോ OBC ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും കിട്ടാനൊരു പോസിബിലിറ്റി ഉള്ള കാറ്റഗറിയാണ് മുസ്ലിം മൈനോറിറ്റി. അതെ, അപ്പോൾ തീരെ കുറഞ്ഞ മാർക്കാർക്കും കേരളത്തിൽ കിട്ടും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ, ഇവർക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ ഫീ നെഗോഷിയേഷൻ, ഇവർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്, അല്ലേ? അതെ, എന്ത് മാർക്കുള്ളവർക്ക് ഇവർക്ക് സ്റ്റുഡൻസിന് കിട്ടാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ സ്കോളർഷിപ്സ് ഇവരുടെ ട്രസ്റ്റുകൾ കൊടുക്കുന്ന കോളേജുകളുണ്ട് കേരളത്തിൽ. അതെ, നമുക്ക് അത്യാവശ്യം നീറ്റ് സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ട്, ഇപ്പോൾ ആനുവൽ ഇൻകത്തിൻ്റെ കേസോ അല്ലെങ്കിൽ അത്യാവശ്യം +2 സ്കോർ ഉണ്ട് എങ്കിൽ, ആ ഒരു ബേസിസിലൊക്കെ മുസ്ലിം മൈനോറിറ്റി വിദ്യാർത്ഥികൾക്ക് അവരുടേതായ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത്യാവശ്യം ഒരു എന്താ പറയുന്നത്, ഒരു അപ് ടു 1 lakh വരെ ഒരു പെർ ഇയർ ഒക്കെ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ട്രസ്റ്റുകളുണ്ട്. അതെ, സോ അതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഓപ്ഷൻ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇവർക്ക് ഏറ്റവും ബെറ്റർ കോളേജിൽ എത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇവർ കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന കോളേജിൽ പോലും എത്തിപ്പെടാനൊരു പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.